ഹായ് ഹലോ ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എടാ, ഈ ഒരു ഓഡിയോയ്ക്കകത്ത് ചിദംബരം മൂവിയുടെ സമ്മറിയാണ്. ചിദംബരം എന്നുള്ള മൂവി ഗോവിന്ദൻ അരവിന്ദൻ അല്ലെങ്കിൽ ജി അരവിന്ദൻ എന്നുള്ള ഒരു ഫിലിം ഡയറക്ടറിൻ്റെ മൂവിയാണ്. അദ്ദേഹം കാർട്ടൂണിസ്റ്റ് കൂടിയാണ്, മ്യൂസീഷ്യനും കൂടിയാണ്. അതുപോലെ തന്നെ മൂവീസിന് സ്ക്രീൻ റൈറ്റിങ്ങും അദ്ദേഹം ചെയ്യാറുണ്ട്. ഒരു സ്ക്രീൻ റൈറ്ററും കൂടിയാണ് ആൻഡ് പെയിൻറ്ററും കൂടിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു സിനിമ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഫിലിംസ് എന്ന് പറയുന്നത് പാരലൽ സിനിമ എന്നാണ് അറിയപ്പെടുന്നത്. പാരലൽ സിനിമ എന്താണെന്ന് നമ്മൾ ഓൾറെഡി ടെക്സ്റ്റ് ബുക്കിനകത്ത് പഠിച്ചു. അതായത് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫിലിംസ് ആണ് കൂടുതലും ഇറക്കുന്നത്. അതായത് സോഷ്യോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിലുള്ള ഫിലിംസ്, കണ്ടംപററി ആയിട്ടുള്ള ട്രെൻഡ്സ് എന്തൊക്കെയാണ് അതൊക്കെയാണ് ഇതിനകത്ത് ഇങ്ങനെയുള്ള ഫിലിംസിനകത്ത് കാണുന്നത്. ആൻഡ് ഒരു അൺഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു വേ ഓഫ് ഫിലിം മേക്കിംഗ് ആണ്. അതായത് അതുവരെ കണ്ടുകൊണ്ടിരുന്ന ഒരു ടൈപ്പ് ഓഫ് ട്രഡീഷണൽ വേ ഓഫ് ഫിലിം മേക്കിംഗ് അല്ല, പുതിയ ഒരു സിനിമ, അതായത് പുതിയ ടെക്നിക്കുകളൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഒരു പുതിയ വേ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ഒക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ആൻഡ് എക്സ്പെരിമെൻറ്റഡ് കൈൻഡ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ആണ്, റെഗുലർ ആയിട്ടുള്ള നറേഷൻ ആയിരിക്കത്തില്ല ഉള്ളത്. ഓക്കെ, ദെൻ നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജ് ട്രിവാൻഡ്രത്തിലാണ് അദ്ദേഹം പഠിച്ചതൊക്കെ. അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് സിനിമ എന്ന് പറയുന്നത് തമ്പാണ്. തമ്പ്, നെടുമുടി വീണൊക്കെ ഉള്ള തമ്പ് കേട്ടോ. ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാഞ്ചന സീത, കുമ്മാട്ടി. ഇപ്പോൾ തമ്പും കുമ്മാട്ടിയുമാണ് ഏറ്റവും കൂടുതലായിട്ടൊന്ന് നോക്കി വെച്ചേക്കേണ്ടത് കേട്ടോ. അദ്ദേഹത്തിൻ്റെ മറ്റ് 2 സിനിമകളാണ്. ദെൻ ഓക്കെ, അപ്പോൾ നമുക്ക് ചിദംബരം എന്നുള്ള സിനിമ നോക്കാം. ചിദംബരം 1985 ഇറങ്ങിയതാണ്. ജി അരവിന്ദനാണ് പ്രൊഡ്യൂസ് ചെയ്തതും ഡയറക്റ്റ് ചെയ്തതും റൈറ്റ് ചെയ്തതും. അതിൻ്റെ സ്ക്രീൻ പ്ലേ അത് CV ശ്രീരാമൻ എന്നുള്ള റൈറ്ററിൻ്റെ ഒരു ഷോർട്ട് സ്റ്റോറിയെ ഫിലിം അഡാപ്റ്റേഷനാക്കി മാറ്റിയതാണ് കേട്ടോ, CV ശ്രീരാമൻ്റെ. അപ്പം ഇതിനകത്ത് കാണിക്കുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു ഫിലിമിനകത്ത് ഡിസ്കസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെൻ ആൻഡ് വിമൻ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, 3 ആളുകളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. ഇതിനകത്ത് ഗിൽറ്റ് വരുന്നുണ്ട്, ഒരു കൈൻഡ് ഓഫ് ഗിൽറ്റ് എന്ന് വെച്ചാൽ അറിയാലോ, കുറ്റബോധം, അതിൽ നിന്നുണ്ടാകുന്ന ഒരു മോചനം. അപ്പോൾ ഗിൽറ്റും റിഡംഷനുമാണ് ഈ ഒരു മൂവിക്കകത്ത് വരുന്ന തീം എന്ന് പറയുന്നത്. അഭിനയിച്ചിരിക്കുന്നത് ഭരത് ഗോപിയൊക്കെയാണ് കേട്ടോ. ഭരത് ഗോപി, സ്മിത പാട്ടീലാണ്, ശ്രീനിവാസനൊക്കെയാണ് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. ഇതിന് നാഷണൽ ഫിലിം അവാർഡ് കിട്ടിയിട്ടുണ്ട് ബെസ്റ്റ് ഫീച്ചർ ഫിലിമിന്. 5 കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സും അതുപോലെ തന്നെ അതിനകത്ത്, അതായത് ബെസ്റ്റ് ഫിലിം, അതും ബെസ്റ്റ് ഡയറക്ഷൻ എന്നൊക്കെ പറഞ്ഞ് 5 എണ്ണം ഈ ഒരു മൂവിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് അവാർഡ്. പിന്നെ ഓക്കെ, നോക്കിക്കോ. പ്ലോട്ട് എന്ന് പറയുമ്പോൾ ശങ്കരൻ, അതുപോലെ തന്നെ മുനിയാണ്ടി, പിന്നെ ദെൻ അടുത്ത ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ജേക്കബ്, പിന്നെ ശിവഗാമി. ഈ 4 ക്യാരക്ടേഴ്സാണ് ഉള്ളത്. അപ്പോൾ ശങ്കരൻ എന്ന് പറയുന്ന ആൾ ഓഫീസ് സൂപ്രണ്ടായിട്ട് വർക്ക് ചെയ്യുവാണ് ഒരു ഗവൺമെൻറ് ഫാമിൽ. കേരള തമിഴ്നാട് ബോർഡറിലുള്ള ഒരു ഹില്ലി ഏരിയയിലെ ഫാമിലാണ് ഇയാൾ വർക്ക് ചെയ്യുന്നത്. ശങ്കരൻ അവർ താമസിക്കുന്നതും ആ ഒരു ബോർഡറിലാണ്. അദ്ദേഹത്തിൻ്റെ കൊളീഗാണ് ജേക്കബ് എന്ന് പറയുന്നത് ഫീൽഡ് സൂപ്പർവൈസറാണ്. ഫീൽഡിൽ നടക്കുന്ന കാര്യങ്ങൾ നോക്കി നടത്തുന്ന ആളാണ് ജേക്കബ്. അയാളൊരു വർക്ക് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു വർക്കഹോളിക് മനുഷ്യനാണ് ജേക്കബ്. അപ്പം ശങ്കരനും ജേക്കബ് എന്ന് പറയുന്നത് 2 ക്യാരക്ടേഴ്സാണ്. അവർ 2 പേരും തമ്മിൽ പോൾസ് അപ്പാർട്ട് ഡിഫറൻസ് ആണുള്ളത്. അതായത് ഒരു രീതിയിലും കോമൺ ആയിട്ടുള്ള ഒരു ഒരു ക്യാരക്ടർ അല്ല 2 പേരുടേത്. അപ്പം പിന്നെ ജേക്കബ് എന്ന് പറയുന്നത് ആ ഫീൽഡ് വർക്ക് സൂപ്പർവൈസർ എന്ന് പറയുന്നത് അയാൾ വളരെ ഡൗൺ ടു എർത്ത് ആണ്. അതായത് വളരെ സാധാരണക്കാരനായൊരു മനുഷ്യനാണ്. പിന്നെന്താണ്, സ്റ്റേറ്റസോ അല്ലെങ്കിൽ ഈ സോഷ്യൽ പ്രൈഡ് എന്നുള്ള കാര്യങ്ങളൊന്നുമില്ല. ഒരു ഈസി ഗോയിങ് ആയിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് ജേക്കബ്. ശങ്കരൻ എന്ന് പറഞ്ഞ മനുഷ്യൻ അങ്ങനല്ല, ഒരു ഒറ്റപ്പെട്ട, അതായത് ഒരു ഐസൊലേറ്റഡ് കൈൻഡ് ഓഫ് മാൻ ആണ്, ഒരു ഇൻട്രോവേർട്ടാണ് ശങ്കരൻ. പിന്നെന്താണ്, പക്ഷേ ഇൻട്രോവേർട്ട് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ഒറ്റപ്പെട്ട ഒരു കൈൻഡ് ഓഫ് ഐസൊലേറ്റഡ് കൈൻഡ് ഓഫ് മാൻ ആണ്. പക്ഷേ ഫ്രണ്ട്ലി റിലേഷൻഷിപ്പാണ് വർക്കേഴ്സുമായിട്ട് ശങ്കരൻ, അതായത് നമ്മുടെ ഓഫീസ് സൂപ്രണ്ടിന്. മുനിയാണ്ടി എന്ന് പറഞ്ഞ വർക്കറുണ്ട്. അയാളൊരു ഗോഡ് ഫിയറിങ് മാനാണ്, വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ് മുനിയാണ്ടി. അയാളുടെ ജോലി എന്ന് പറയുന്നത് പശുക്കളെ നോക്കുക എന്നുള്ളതാണ്. വൺ ഡേ മുനിയാണ്ടി ശങ്കരൻ്റെ അടുത്ത് കൺഫസ് ചെയ്യുകയാണ്, അതായത് ഓഫീസ് സൂപ്രണ്ടിൻ്റെ അടുത്ത് കൺഫസ് ചെയ്യുകയാണ്, എനിക്ക് ലീവ് വേണമെന്നും ഞാൻ കല്യാണം കഴിക്കാൻ പോവുകയാണെന്നും. അപ്പോൾ ജേക്കബിൻ്റെ അടുത്താണ് ഇയാൾ ലീവ് ചോദിക്കുന്നത്. കാരണം ജേക്കബ് അല്ലേ ഫീൽഡ് സൂപ്പർവൈസർ, ഫീൽഡിലെ കാര്യങ്ങൾ ജേക്കബ് നോക്കുന്നുണ്ട്. ജേക്കബിൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ പൊയ്ക്കോട്ടെ എന്ന്. അപ്പം ജേക്കബ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇയാൾ പറഞ്ഞുവാണ് പെട്ടെന്ന് തന്നെ, അതായത് കല്യാണം കഴിഞ്ഞിട്ട് ഉടനെ തന്നെ മടങ്ങി വരണമെന്ന് പറയുന്നു. ശങ്കരൻ എന്ത് ചെയ്തു? ശങ്കരൻ അങ്ങനല്ല, ശങ്കരൻ ഇയാളെ ഒരു ഡ്രിങ്കിന് വേണ്ടി റൂമിലോട്ട് ഇൻവൈറ്റ് ചെയ്യുകയും മുനിയാണ്ടി കള്ളൊക്കെ കൊടുക്കുന്നു മുനിയാണ്ടിക്ക്. മുനിയാണ്ടി കള്ളെടുത്ത് കുടിക്കുകയും
കള്ള് കുടിക്കുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ഗോഡ് ഫിയറിംഗ് ആയിട്ടുള്ള മനുഷ്യനാണ്. കള്ള് കുടിക്കുന്നതിന് മുന്നേ ഇയാൾ പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് ഇയാൾ കള്ള് കുടിക്കുന്നത്. റമ്മാണ് കുടിക്കുന്നത്. പെട്ടെന്ന് കയറി കുടിച്ചു. ആൻഡ് ദെൻ ഇയാൾ ഫ്ലോറിൽ കിടന്നിട്ട് പാട്ടൊക്കെ പാടാൻ തുടങ്ങി ദൈവത്തിനെ കുറിച്ചുള്ള. ശങ്കരൻ ഇത് കണ്ട് വളരെയധികം എംബാരസ്ഡ് ആയിപ്പോയി. എന്നിട്ട് ക്വാർട്ടേഴ്സിൽ കൊണ്ട് മുനിയാണ്ടി അങ്ങ് കടത്തി ശങ്കരൻ എന്താണ്, ഒരു അമച്വർ ഫോട്ടോഗ്രാഫറും കൂടിയാണ്. ഇയാൾ മുനിയാണ്ടിയുടെ കല്യാണത്തിന് തമിഴ്നാട്ടിലെ വില്ലേജിൽ പോയി അറ്റൻഡ് ചെയ്തു. ആൻഡ് ഇയാൾ എന്ത് ചെയ്യാണ്, കല്യാണത്തിന് പോയ സമയത്ത് ക്യാമറ വെച്ചിട്ട് ആ വില്ലേജിലുണ്ടായിരുന്ന ക്ലേ ഹോഴ്സസ്, അതായത് മറ്റേ ക്ലേ വെച്ചുണ്ടാക്കിയേക്കുന്ന കുതിരകളുണ്ടല്ലോ, ഒരു പ്രതിമ പോലെ, അതിങ്ങനെ നിരന്ന് ഇങ്ങനെ ഒരു സ്ഥലത്ത് നിൽപ്പുണ്ട്. അതിനെ എല്ലാം ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുവാണ്. വില്ലേജ് എന്ന് പറയുമ്പം വളരെയധികം ഗ്രീനറി ആയിട്ടുള്ളൊരു സ്ഥലമാണ്. സോ അതിൻ്റെ ഇടയ്ക്ക് ഈ കുതിരകളെ കണ്ടപ്പോൾ ഇയാൾ അതിനെ ഫോട്ടോ ഒക്കെ എടുത്തു. വെഡ്ഡിങ്ങിൽ ഇയാൾ ബ്രൈഡിനെയും ഗ്രൂമിൻ്റെയും എല്ലാ ഫോട്ടോസ് എടുത്തു. ആരാണ്, നമ്മുടെ ശങ്കരൻ എന്നുള്ള ഓഫീസ് സൂപ്രണ്ട്. ആൻഡ് ദെൻ സൂൺ ആഫ്റ്റർ ദ വെഡ്ഡിങ് മുനിയാണ്ടി എന്ത് ചെയ്തു, ശിവഗാമി എന്നാണ് കല്യാണ പെണ്ണിൻ്റെ പേര്. വളരെ ബ്രൗൺ, അതായത് ഡാർക്കല്ല ബ്രൗൺ കോംപ്ലക്ഷൻ ആയിട്ടുള്ളൊരു സ്ത്രീയാണ് ഇവർ. ബ്രൗൺ കളറാണ്. അവരെ തമിഴ്നാട്ടിൽ നിന്ന് ഈ ഗ്രീനറി ആയിട്ടുള്ള ഈ ഒരു ഹില്ലി റീജിയനിലോട്ട് കൊണ്ടുവന്നു ഇയാൾ മുനിയാണ്ടി. ശങ്കരൻ അങ്ങനെ ഓഫീസ് വിൻഡോയിലൂടെ ഇവർ രണ്ടുപേരും സംസാരിക്കുന്നതും ഇവർ രണ്ടുപേരും നടക്കുന്നതും പിന്നെന്താണ്, ശിവഗാമിയെ വളരെയധികം ശിവഗാമിയുടെ ആ ഒരു ഇന്നസെൻസ്, ആ വില്ലേജ് ഇന്നസെൻസിന് അല്ലെങ്കിൽ വില്ലേജ് ബ്യൂട്ടിയെ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങി. ശിവഗാമിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കളർഫുൾ സറൗണ്ടിങ്സ് കണ്ടപ്പോൾ എല്ലാത്തിനെയും അടുത്ത് ഓടി ചെന്നിലെ കുട്ടികളെ പോലെ എല്ലാം ഇങ്ങനെ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്നൊരു നേച്ചറാണ് ശിവഗാമിയുടേത്. ശിവഗാമിയെ സംബന്ധിച്ചിടത്തോളം ഈ ഹില്ലി റീജിയൻ എന്ന് പറയുമ്പം അവളുടെ ഗ്രാമത്തിലേക്കാട്ടിലും ഗ്രീനറിയാണുള്ളത്. അപ്പം ശിവഗാമി ഇതൊക്കെ ചെയ്യുന്നത് ശങ്കരൻ ദൂരെ നിന്ന് നോക്കുന്നുണ്ട്, ഓഫീസിലെ വിൻഡോയിൽ നിന്ന് നോക്കുന്നുണ്ട്. ശിവഗാമി ആദ്യം ഒരു എന്താ പറയുക, വളരെ പേടിയോടെയാണ് എല്ലാം നോക്കി കണ്ടുകൊണ്ടിരുന്നത്. പിന്നീട് എന്ത് ചെയ്യാൻ തുടങ്ങി, അതായത് മറ്റേ വലിയ പശുക്കളെ കണ്ട്, പിന്നെ മോട്ടോർ ബൈക്കിൻ്റെ സൗണ്ട് കേട്ടിട്ട് പുതിയ ആളുകളെ കണ്ടപ്പോൾ എല്ലാം ഇവിടെ ശിവഗാമി ഭയങ്കരമായിട്ട് പേടിച്ച് മാറി നിൽക്കുമായിരുന്നു. അപ്പം പതുക്കെ സമയമെടുത്ത് സ്ലോലി ആൻഡ് ടിമിഡ്ലി എന്ത് ചെയ്യാൻ തുടങ്ങി, തന്നെത്താനെ ഈ ഒരു പുതിയ ലോകത്തിനെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു പുതിയ പ്ലേസിനെ അവൾ തന്നെത്താനെ എക്സ്പ്ലോർ ചെയ്ത് ഇറങ്ങാൻ തുടങ്ങി. ചുമ്മാ ഇങ്ങനെ മുനിയാണ്ടി ജോലിക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും, ഇവൾ ഒറ്റയ്ക്ക് ഇങ്ങനെ വോണ്ടർ ചെയ്ത് നടക്കും, ഗാർഡനിൽ പോവും, ഫ്ലവേഴ്സിനെ എല്ലാം ടച്ച് ചെയ്യും, അതിനെ മണപ്പിച്ച് നോക്കും, അങ്ങനെയൊക്കെയായിരുന്നു. മുനിയാണ്ടി എന്ത് ചെയ്യാണ്, പിന്നെന്താണ്, വലിയ രീതിയിലൊന്നും എന്ത് ചെയ്യത്തില്ല, ഭാര്യയെക്കുറിച്ച് അങ്ങനെ നല്ല കാര്യങ്ങളോ അല്ലെങ്കിൽ ഭാര്യയൊന്നും അപ്രീഷിയേറ്റ് ചെയ്യുകയോ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ശങ്കരൻ അങ്ങനെയല്ല. ശിവഗാമിയെ കാണുമ്പോഴെല്ലാം ശങ്കരൻ ഇങ്ങനെ അവളുടെ ബ്യൂട്ടിയെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അവളുടെ അടുത്ത് നല്ല എന്താ പറയുക, നല്ല സ്നേഹത്തോടെയാണ് ശങ്കരൻ സംസാരിക്കുന്നത്. ആ ഒരു കൈൻഡ് ഓഫ് അപ്രോച്ചാണ്. അപ്പം തിരിച്ച് ശങ്കരൻ്റെ അടുത്തും നമ്മുടെ ശിവഗാമി അങ്ങനെ തന്നെയാണ് കേട്ടോ. അതായത് എന്തെങ്കിലും ലെറ്റർ എഴുതണമെന്നുണ്ടെങ്കിൽ, വീട്ടിലോട്ട് ലെറ്റർ അയക്കണം എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിലോ ഒക്കെ ശങ്കരനെയാണ് ഇവൾ അപ്രോച്ച് ചെയ്യാൻ തുടങ്ങിയത്. ശങ്കരനെ സംബന്ധിച്ചിടത്തോളം ഇവളെന്ന് പറയുന്നത് വളരെ ജെൻറ്റിൽ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അതായത് ഒരു വില്ലേജ് ഗ്രീനിനെ പോലെ അല്ലെങ്കിൽ അത്രയും പ്യുവർ ആയിട്ടുള്ള ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു ഹാർട്ട് പോലെയാണ് ശങ്കരൻ നമ്മുടെ ശിവഗാമിയെ കാണുന്നത്. വൺ ഡേ അവിടെ ഒരു കാറ് സ്റ്റോപ്പ് ചെയ്യുകയും, അതായത് ശങ്കരൻ്റെ വീട്ടിൻ്റെ താഴെ ഒരു കാറ് സ്റ്റോപ്പ് ആവുകയും രണ്ട് ആളുകൾ, കൊളീഗ്സ്, ഒരു കപ്പിൾ ഓഫ് മൈനർ ഫിലിം സ്റ്റാർസിനെ കൊണ്ടുവരുവാണ് ശങ്കരനെ കാണിക്കാൻ വേണ്ടി. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ഏതൊരു ഫംഗ്ഷന് പോവുകയാണ്. ഈ ആക്ടേഴ്സ് അവരുടെ ഗസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് കണ്ടപ്പോഴത്തേക്കും ശങ്കരനും വിസിറ്റേഴ്സും കൂടി അവിടെ തന്നെ ഇരുന്ന് കാഷ്വലായിട്ട് ഡ്രിങ്ക് ചെയ്യാൻ തുടങ്ങി. അപ്പം താഴെ നോക്കിയപ്പോൾ ജേക്കബ് എന്ത് ചെയ്യാണ്, വരികയാണ്. ആൻഡ് ദെൻ ശങ്കരൻ ജേക്കബിനെ വിളിച്ചു. ജേക്കബും ശങ്കരനും ഇവരെല്ലാവരും കൂടി ചേർന്ന് ശിവഗാമിയെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ആ ഒരു കോൺവെർസേഷൻ, അതായത് ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ശിവഗാമിയെക്കുറിച്ച് സംസാരിച്ചു. ജേക്കബ് ശങ്കരനെ കളിയാക്കി, അതായത് ശിവഗാമിയിൽ ശങ്കരൻ എന്തോ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ്. ആൻഡ് സഡൻലി ശങ്കരൻ വളരെയധികം ഫ്യൂരിയസ് ആയിട്ട് ദേഷ്യപ്പെട്ടു. ആൻഡ് ജേക്കബിനെ അടിക്കുകയും ചെയ്തു. ആൻഡ് എല്ലാവരും നാണക്കേട് കൊണ്ട് വളരെ അപ്സെറ്റായിട്ട് എല്ലാവരും പിരിഞ്ഞു പോയി ആ ഒരു ദിവസത്തിൽ നിന്ന്, ആ ഒരു പാർട്ടിയിൽ നിന്ന്. ഡാർക്ക്നെസ് ഒക്കെ ആയപ്പോഴത്തേക്കും ശങ്കരൻ എന്ത് ചെയ്തു, താഴെ കിടന്ന് ഇങ്ങനെ ആലോചിക്കുവാണ്. ഒരു കാഷ്വൽ ജോക്ക് പറഞ്ഞപ്പോഴത്തേക്കും ശങ്കരൻ അതും കൂടെ സഹിക്കാൻ പറ്റിയില്ല. സോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശിവഗാമിയും ആയിട്ട് തനിക്ക് എന്തെങ്കിലും സ്നേഹമുണ്ടോ, ബന്ധമുണ്ടോ എന്നൊക്കെ ശങ്കരൻ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്നപ്പോൾ ആലോചിക്കാൻ തുടങ്ങി. മീൻ വയൽ ജേക്കബ് എന്ത് ചെയ്യാൻ തുടങ്ങി, ഇതേ സമയം വെച്ചിട്ട് ശിവഗാമിക്ക് ഫാമിൽ ഒരു ജോലി അറേഞ്ച് ചെയ്യാൻ നോക്കുമായിരുന്നു. മുനിയാണ്ടിക്ക് പക്ഷേ അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ശിവഗാമിയാണെന്നുണ്ടെങ്കിൽ വളരെ ബോർഡായിട്ടൊരു ലോൺലി ഹൗസ് വൈഫിൻ്റെ ഒരു മൂഡിലിരിക്കുവാണ്. സോ ശിവഗാമിക്ക് ഫാമിൽ വർക്ക് ചെയ്താൽ കൊള്ളാമെന്നൊരാഗ്രഹമുണ്ട്. മുനിയാണ്ടി ഇങ്ങനെ കാറ്റലുമായിട്ട് പോകുന്ന സമയത്ത് ജേക്കബ് പറയും,
എന്താണ് മുനിയാണ്ടിയുടെ അതായത് ഇതുപോലെ ഭാര്യയ്ക്ക് ഇതുപോലെ ജോലി ശരിയാക്കി എന്നൊക്കെ പറയും. മുനിയാണ്ടിക്ക് വളരെയധികം സസ്പീഷ്യസ് ആണ് മുനിയാണ്ടി. കാരണം ജേക്കബിൻ്റെ ഇൻറ്റൻഷൻസ് എന്താണെന്ന് അറിയത്തില്ല. സോ മുനിയാണ്ടി പറയും വേണ്ട എന്ന് പറയും, ഈ ഒരു ജോലി ഭാര്യയ്ക്ക് ജോലി വേണ്ട എന്ന് പറയും. ജേക്കബ് എന്ത് ചെയ്തു, എന്താ പറയുക, ഈ കോമൺ ആയിട്ടുള്ള ആളുകളുടെ അടുത്തൊന്നും ജേക്കബ് വലുതായിട്ട് സംസാരിക്കാനൊന്നും പോകുന്ന ടൈപ്പല്ല. അതായത് ഇയാൾ ഈ പാവപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ഈ കൂലിപ്പണിക്കാരെ കാണുമ്പോൾ ഇയാൾക്ക് ഒരു തരം പുച്ഛമാണ് ജേക്കബിന്. അപ്പം ഇയാൾ പറയും എന്താണ്, ഉടനെ അതിന് ജേക്കബ് ഒരു ഓർഡർ ഇട്ടു, മുനിയാണ്ടിയുടെ അടുത്ത് നൈറ്റ് ഡ്യൂട്ടിയും കൂടെ എടുക്കാൻ പറയുന്നു ദേഷിച്ച്. അപ്പോൾ അറ്റ് നൈറ്റിൽ കാറ്റിൽ ഷെഡിൽ മുനിയാണ്ടി ഇങ്ങനെ എല്ലാ സൗണ്ടും ഇങ്ങനെ കേട്ടിങ്ങനെ ശ്രദ്ധിച്ചിരിക്കുക. കാരണം ഭാര്യയെ കാണുമ്പോൾ ഇയാളില്ലാത്ത സമയത്ത് ഭാര്യ ആരെങ്കിലും കാണാൻ വരുന്നുണ്ടോ, ജേക്കബ് വരുമ്പോൾ മോട്ടോർ ബൈക്കിൽ എന്നൊക്കെ ഭയങ്കര സംശയമായി. അങ്ങനെ ആ സമയത്തൊരു മോട്ടോർ ബൈക്ക് വരുന്നുണ്ട്. ആൻഡ് ജേക്കബ് മുനിയാണ്ടി ഭയങ്കര അലേർട്ടാവുന്നു. അപ്പോൾ ഇയാളുടെ മൈൻഡ് തോന്നുവാണ് ജേക്കബിന് ശിവഗാമിയെ കാണാൻ പോവുകയാണോ. അങ്ങനെ ഇയാൾ ഷെഡിൽ നിന്ന് വെളിയിൽ വന്ന് ഓടി ഇയാളുടെ വീട്ടിലോട്ട് പോവാണ്. വീട് ഭയങ്കര ക്വയറ്റും ഡാർക്കുമാണ്. ബട്ട് മുനിയാണ്ടി എന്ന് പറയുന്നത് എന്താണ്, പേടിച്ച് ഡോറിലൊക്കെ തട്ടുവാണ് ചെയ്തത്. അപ്പോൾ അവിടെ വെച്ചൊരു ഫിഗർ, അതായത് ഒരു ഷാഡോയി ഫിഗർ വീടിൻ്റെ ബാക്കിൽ നിന്ന് ഡിസപ്പിയർ ആയി പോകുന്നത് ഇയാൾ കണ്ടു. ജേക്കബ് അല്ലായിരുന്നു, പക്ഷേ അത് ശങ്കരനായിരുന്നു. അത് ദ മാൻ മുനിയാണ്ടി ഹാഡ് ട്രസ്റ്റഡ്. ഏർലി നെക്സ്റ്റ് മോർണിംഗ് എടുത്തപ്പോൾ അവിടെ ഒരു ക്രൗഡ് ഗ്യാതേർഡ് ആവുന്നു കാറ്റിൽ ഷെഡിൻ്റെ വെളിയിൽ. നോക്കിയപ്പോൾ എന്താണ് കണ്ടത്, നമ്മുടെ മുനിയാണ്ടി ഉണ്ടല്ലോ ഹാങ് ചെയ്ത് നിൽക്കുവാണ് അവിടുത്തെ ഒരു അതായത് റൂഫിൽ. അയാളുടെ ലൈഫ്ലെസ് ബോഡി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കാറ്റത്ത് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുവാണ്. ഒരു ക്രീക്കിംഗ് നോയ്സ് ഉണ്ടാക്കുന്നുണ്ട്. തൂങ്ങിയപ്പോഴത്തേക്കുവേ ഒരു വല്ലാത്തൊരു സൗണ്ട്, നമ്മൾ കഥകൊക്കെ അടയ്ക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കത്തില്ല, അതിനാണ് ക്രീക്കിംഗ് വോയിസ് എന്ന് പറയുന്നത്. ശങ്കരൻ എന്ത് ചെയ്തു, മുനിയാണ്ടിയുടെ ഡെഡ് ഫേസ് കണ്ടു. ആൻഡ് ശങ്കരന് വളരെയധികം ഷെയിംഫുള്ളായിട്ട് തോന്നി. ശങ്കരനാണ് ശരിക്കും പറഞ്ഞാൽ വീടിൻ്റെ ബാക്കിലൂടെ ഓടിയത്. ശങ്കരൻ ഓടിക്കളഞ്ഞു, ഫോറസ്റ്റിലോട്ട് ഓടി. അയാൾക്ക് എന്തൊക്കെയോ ഒരു വല്ലാത്തൊരു എന്താ പറയുക, ഒരു ഡെവിളിഷ് കൈൻഡ് ഓഫ് ആരോ ഒരാളെ ഫോളോ ചെയ്യുന്ന കണക്കും ഇയാൾക്ക് ഒരു ഇച്ചിരി ഒരു ഇൻസൈനായിട്ടൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങി. അയാൾ കാട്ടിലവിടെ കിടന്നു. അറ്റ് നൈറ്റ് ഇയാൾ നോക്കിയപ്പോൾ ഇയാളുടെ 2 കൊളീഗ്സ് ഉണ്ട്. ആ കൊളീഗ്സ് രാത്രിയിൽ അവരുടെ റൂമിലിരുന്ന സമയത്ത്, ക്വാർട്ടേഴ്സിലിരുന്ന സമയത്ത് ശങ്കരൻ എന്താണ് അങ്ങോട്ട് ഓടി വരികയും ഈ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ എക്സോഷൻ ശങ്കറിന് എന്തിനാണ് വരുന്നതെന്ന് ഇവരിങ്ങനെ ആലോചിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവർ റൂമിൽ കിടത്തുന്നുണ്ട്. അയാളിങ്ങനെ ചത്ത പോലെ കിടന്നുറങ്ങുമായിരുന്നു. അങ്ങനെ ശങ്കരൻ്റെ ലൈഫിൽ വളരെയധികം കുറ്റബോധം വരാൻ തുടങ്ങി. ഇയാൾ ജോലി വിട്ടു, ഇയാൾ സിറ്റിയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ തുടങ്ങി. ഇയാൾ ആൽക്കഹോളിക്കായിട്ട് മാറി. ഇയാളുടെ വീടെന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇയാളുടെ കയ്യിൽ എപ്പോഴും ഒരു ലിക്കർ കുപ്പിയാണ്. ഫ്രണ്ട്സ് ഇയാൾക്ക് ഒരു പ്രിൻറ്റിങ് പ്രസ്സിൽ ജോലി മേടിച്ചു കൊടുത്തു. പക്ഷേ അയാൾ അവിടെ നിന്ന് ജോലിയൊന്നും ചെയ്തില്ല. മുനിയാണ്ടിയുടെ ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം ഇയാളുടെ ലൈഫ് പെട്ടെന്ന് സ്റ്റോപ്പായി. അതായത് ആ മുനിയാണ്ടിയുടെ ഡെഡ് ബോഡി അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ആടുന്നതും ആ ക്രീക്കിംഗ് സൗണ്ടും ഇയാൾക്ക് വളരെയധികം ഇയാളുടെ ഒരു നൈറ്റ് മെയർ പോലെ ഇയാളെ ഫോളോ ചെയ്യാൻ തുടങ്ങി. ഡോക്ടർ ഇയാളെ വിസിറ്റ് ചെയ്യുന്നുണ്ട് വൺസ് ഇൻ എ വൈൽ. ആൻഡ് ഡോക്ടർ ഇങ്ങനെ പറയുന്നുണ്ട്, റിലിജനെ ഫോളോ ചെയ്യ്, ഭഗവത്ഗീത വായിക്കുക, അല്ലെങ്കിൽ ഒരു ഹോളിഡേ എടുത്ത് ഏതെങ്കിലും ഒരു റിലീജിയസ് പ്ലേസിൽ പോകും, അപ്പോൾ നിങ്ങൾക്ക് ഒരു പീസ് ഓഫ് മൈൻഡ് കിട്ടും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ശങ്കരൻ എന്ത് ചെയ്യാണ്, വാണ്ടർ ചെയ്ത് അവസാനം ചിദംബരം ടെമ്പിളിലെത്തുവാണ്. ശിവൻ്റെ ചിദംബരം ടെമ്പിളിലെത്തുവാണ്. അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ടാണ് നടരാജരായിട്ട് മാറിയത് ശിവൻ. അതായത് ഡാൻസറായിട്ട് മാറിയത്. നടരാജൻ എന്ന് വെച്ചാൽ മറ്റേ ഡാൻസർ പോസ് ഉണ്ടല്ലോ, അങ്ങനെ മാറിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്ത് വെച്ചാണ്. അപ്പം നടരാജ എന്ന് പറയുന്നത് ഡാൻസർ ഫോമാണ്. ഡാൻസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ആ ഹ്യൂമൻ സോളിനെ ലിബറേറ്റ് ചെയ്യുന്നൊരു പ്രോസസ്സാണ് ഡാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഇയാൾ ശങ്കരൻ എന്ത് ചെയ്യാണ്, ആ ടെമ്പിളിൽ പോവുകയാണ്. അങ്ങനെ അവിടെ വെച്ചിട്ട് അയാൾ നോക്കിയപ്പോൾ ഒരു സ്ത്രീയെ കണ്ടു. ആ സ്ത്രീ ചെരുപ്പുകൾ ഇങ്ങനെ മേടിച്ച് വെക്കുമായിരുന്നു. അപ്പോൾ അയാൾ അവരെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ശങ്കരൻ നോക്കിയപ്പോൾ ഒരു ഡാർക്ക് കോർണറിൽ അവരിങ്ങനെ മൂടി ഇങ്ങനെ ഇരിക്കുവാണ്. അവർ മുഖത്തെ ഫേസിലെ ആ ഒരു കവർ മാറ്റിയപ്പോൾ ശങ്കരൻ നോക്കിയപ്പോൾ എന്താണ്, അത് ശിവഗാമിയാണ്. വളരെ വയസ്സായിട്ട് വളരെ ഹൊറിബിളായിട്ട് ഒരു വലിയ മുറിവോടുകൂടി ശിവഗാമി ഇരിക്കുവാണ്. അത് ശരിക്കും പറഞ്ഞാൽ മുനിയാണ്ടി അറ്റാക്ക് ചെയ്തതാണ്. അയാൾ സ്വയം മരിക്കുന്നതിന് മുന്നേ മുനിയാണ്ടി ഇവരെ അറ്റാക്ക് ചെയ്തിട്ടാണ് ഇയാൾ പോയി മരിച്ചത്. അപ്പോൾ ശങ്കരൻ്റെ ലൈഫ് ശരിക്കും പറഞ്ഞാൽ അവിടെ ശിവഗാമിയെ കണ്ടപ്പോൾ ഒരു ഫുൾ സർക്കിളിലായി. അതായത് അയാളുടെ ആ ഒരു ജേർണിയുടെ എൻഡായി. അപ്പോൾ ഇവിടുന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ആ 2 പേരും തെറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ. എന്നിട്ട് സത്യം പറഞ്ഞാൽ അവർ 2 തമ്മിൽ അഫെയർ ഉണ്ടായിരുന്നു എന്നൊന്നുമല്ല. അയാൾ ചെന്നപ്പോൾ ശങ്കരൻ ഓടുന്ന കണ്ടു, അത് സഹിച്ചില്ല മുനിയാണ്ടിക്ക്, മുനിയാണ്ടി തൂങ്ങി മരിച്ചു. അപ്പം 2 പേർക്കും കുറ്റബോധം കാരണം 2 പേരും ഒരേ സ്ഥലത്ത് തന്നെയാണ് എത്തിച്ചേർന്നത്. എന്തിനു വേണ്ടി, ആ മോചനത്തിന് വേണ്ടി. ഓക്കെ, അപ്പോൾ അവിടെ വെച്ച് 2 പേരുടെയും ആ ഒരു പാപത്തിൻ്റെ സൈക്കിൾ അല്ലെങ്കിൽ ആ ഒരു
റിഡംഷൻ്റെ സൈക്കിൾ അവിടെ വെച്ച് കംപ്ലീറ്റ് ആവുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു ജേർണി അവിടെ എൻഡ് ആവുകയാണ് ചെയ്യുന്നത്. ശങ്കരൻ ഇപ്പോൾ ആരെയാണ് കണ്ടത്? നമ്മുടെ ശിവഗാമിയെ കണ്ടു. രണ്ടുപേരുടെയും പാപത്തിന് അവിടെ ഒരു അവസാനമായി. രണ്ടുപേരും വീണ്ടും കണ്ടുമുട്ടുകയും ചെയ്തു. ഏത് കാരണത്താലാണോ ഇവരുടെ ലൈഫ് കംപ്ലീറ്റ് ആയിട്ട് മാറി മറിഞ്ഞത്, ആ രണ്ട് വ്യക്തികൾ തമ്മിൽ ലാസ്റ്റ് കണ്ടുമുട്ടുകയാണ് ചെയ്യുന്നത്. സോ ഫിലിമിൻ്റെ രണ്ട് ഹാഫ്സ് എന്ന് പറയുന്നത് രണ്ട് മേജർ തീമുമായിട്ടാണ് ലിങ്ക് ആയിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? മാൻ വുമൺ റിലേഷൻഷിപ്സിനെ കുറിച്ചാണ് പറയുന്നത്. ശിവഗാമിയെ മുനിയാണ്ടി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഷീ ഈസ് ആക്ച്വലി ഡ്രോൺ ടുവേർഡ്സ് ശങ്കരൻ. ശങ്കരൻ വളരെയധികം കരസ്മാറ്റിക് ആയിട്ടൊരു ക്യാരക്ടറാണ്. ഞാൻ പറഞ്ഞല്ലോ, വളരെ ജെൻറ്റിലായിട്ടാണ് ശങ്കരൻ ശിവഗാമിയുടെ അടുത്ത് സംസാരിക്കുന്നതും ഒക്കെ. സോ മാത്രമല്ല, പക്ഷേ ശങ്കരന് ശിവഗാമിയായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇൻഫാക്ച്വേഷൻ ആയിരുന്നു. അതായത് ഒരു കൈൻഡ് ഓഫ് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് അട്രാക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ശങ്കരൻ്റെ ശിവഗാമിയായിട്ടുള്ള ആ ഒരു അഫിനിറ്റി ഒരു ഇൻഫാക്ച്വേഷൻ. ആൻഡ് അതുകൊണ്ടാണ് ഒരു എന്താ പറയുക, ഇങ്ങനത്തുള്ള വലിയ അതായത് ഈ ഒരു പ്രശ്നം വന്നപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശങ്കരൻ ഓടി മറഞ്ഞതും അതുകൊണ്ടാണ്, ശിവഗാമിയെ കളഞ്ഞിട്ട് പോയതും അതുകൊണ്ടാണ്. സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് ശങ്കരൻ്റെ ആ ഒരു മുനിയാണ്ടിയുടെ ഡെത്തിനോടുള്ളൊരു റെസ്പോൺസാണ് സെക്കൻഡ് ഹാഫിൽ കാണിക്കുന്നത്. അയാൾ ഓടിക്കളയാണ് ചെയ്യുന്നത്. ആ ഒരു ഇതിനകത്തുനിന്ന് ഗിൽറ്റും റിഡംഷൻ കൊണ്ട് അയാൾ ഓടുകയാണ് ചെയ്യുന്നത്. അവിടെ നിൽക്കാതെ ഇയാൾ സ്വയം നശിക്കാനാണ് നോക്കുന്നത്. മൈനർ തീംസ് ഉണ്ട് അതിനകത്ത്. കാസ്റ്റ് ബാരിയർ വരുന്നുണ്ട്, ശങ്കരൻ തന്നെയാണ് അതിനകത്ത്. പിന്നെ അതുപോലെ തന്നെ ലോവർ കാസ്റ്റ് ആളുകളുടെ അടുത്ത് അയാൾക്ക് ഒരു റിലാക്സ്ഡ് കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡാണ്. പിന്നെ ചിദംബരം എന്ന് പറയുന്നത് തമിഴ്നാടുവിലുള്ളൊരു ടൗണാണ്. അവിടെ ഒരു അമ്പലമുണ്ട്, ചിദംബരം അമ്പലമാണ് തമിഴ്നാടുവിലുള്ള. ശങ്കരൻ അവിടെ വെച്ച് ശിവഗാമിയെ കാണുവാണ്. അവിടെ വെച്ച് അവരുടെ ജേർണി എൻഡ് ചെയ്യുവാണ്. അപ്പോൾ ഇവിടെ ചിദംബരം ടെമ്പിളിൻ്റെ ആ ഒരു ലെജൻഡ് എന്ന് പറയുന്നത് ലോർഡ് ശിവയും ഗോഡസ് കാളിയും തമ്മിലൊരു കോൺടെസ്റ്റ് നടന്നു. അതായത് ഒരു ഡാൻസ് കോൺടെസ്റ്റ് നടന്നു. കാളി എന്ന് പറയുന്നത് പിന്നെന്താണ്, അവിടുത്തെ ചിദംബരത്ത് തന്നെയുള്ള ഒരു കാട്ടിലെ ഒരു ഗോഡസാണ് കാളി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം കാളി എന്ന് പറയുന്നത് വിറ്റ്നസ്ഡ് ആനന്ദ താണ്ഡവ, അതായത് നമ്മുടെ ശിവൻ്റെ ആനന്ദ താണ്ഡവ എന്ന് പറയുന്ന ആ ഒരു ഡാൻസിങ് പോസ് കണ്ടു ആരാണ്? നമ്മുടെ കാളി. ആനന്ദ താണ്ഡവ എന്ന് വെച്ചാൽ ഡാൻസ് ഓഫ് ബ്ലിസ് എന്നാണ് പറയുന്നത്. അതായത് ആ നടരാജൻ്റെ ആ ഒരു പോസ്റ്റർ ഉണ്ടല്ലോ, ഈ ഡാൻസുകാരുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ നടരാജ വിഗ്രഹം ഇരിക്കുന്നൊരു പോസ് നിനക്കറിയാമല്ലോ, കാലിങ്ങനെ ഉയർത്തി കൈ അതിൻ്റെ പുറത്തിങ്ങനെ ആക്കി. അപ്പോൾ അതാണ് ആനന്ദ താണ്ഡവം എന്ന് പറയുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് നമ്മുടെ കാളി ആ ഒരു ഡാൻസ് കണ്ടിട്ട് ശിവനെ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത് കോൺടെസ്റ്റ് നടത്താൻ വേണ്ടി. അപ്പോൾ ശിവ എന്ത് ചെയ്തു? അവരുടെ അഹങ്കാരം കുറയ്ക്കാൻ വേണ്ടി എഗ്രി ചെയ്യുന്നു. ആൻഡ് ആരാണോ ജയിക്കുന്നത് അവരാകും ഈ ഫോറസ്റ്റിൻ്റെ, ചിദംബരത്ത് ആ അമ്പലത്തിൻ്റെ അടുത്തുള്ള ഫോറസ്റ്റിലെ ഗോഡെന്ന് പറയാം. അങ്ങനെ ശിവൻ പറയും ആരാണോ ജയിക്കുന്നത് അവരാവും ലോഡെന്ന് പറയും ആ ഒരു തില്ലൈ എന്നുള്ള ഫോറസ്റ്റിൽ. ഡ്യൂറിങ് ദ കോൺടെസ്റ്റ് ശിവ എന്ത് ചെയ്തു? ഊർധവ താണ്ഡവ, അതായത് ഒരു ലെഗ് പോയിന്റ് ചെയ്തു സ്ട്രെയിറ്റ് അപ്പിലോട്ട്, വളരെ മുകളിലോട്ട് കാല് പോയിന്റ് ചെയ്ത് നിന്നു. കാളിക്കത് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്തുകൊണ്ട്? നമുക്ക് പെണ്ണുങ്ങൾക്ക്, അതായത് കാളിയുടെ വേഷമൊക്കെ അറിയാമല്ലോ, വളരെ പ്രിമിറ്റീവായിട്ടുള്ള ഡ്രസ്സാണ് കാളി ധരിക്കുന്നത് അല്ലേ. അതായത് ഫുള്ള് കംപ്ലീറ്റ് സാരി ഒന്നും ഉടുത്ത് അതായത് ബാക്കിയുള്ള ദൈവങ്ങളെ പോലെയല്ല, ദേവിമാരെ പോലെയല്ല കാളി ഡ്രസ്സ് ചെയ്യുന്നത്. അപ്പം ശിവന് പെട്ടെന്ന് തന്നെ കാലുയർത്തി മുകളിലോട്ട് ചെയ്യാൻ പറ്റി. പക്ഷേ കാളിക്കത് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്താണ്? കാളിയുടെ ജെൻഡർ സ്ത്രീയല്ലേ. അപ്പോൾ കാളി ഉടുത്തേക്കുന്നത് പുലിത്തോലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മറ്റേ പച്ചല വെച്ചിട്ടുള്ള എന്തെങ്കിലും ഐറ്റം ആയിരിക്കും കാളി ഉടുത്തിരിക്കുന്നത്. അപ്പോൾ അത് വെച്ച് കാല് പൊക്കുമ്പോൾ ശരിയാവത്തില്ല. അപ്പോൾ ശിവൻ ഇത് മനസ്സിലാക്കി ഔട്ട് ഓഫ് മോഡസ്റ്റി അല്ലെങ്കിൽ കാളിക്കൊരു നാണക്കേട് ഉള്ളതുകൊണ്ട് കാളി അത് കാല് പൊക്കാത്തത് കൊണ്ട് ശിവ മനഃപൂർവ്വം ഈ ഒരു ഡാൻസ് സ്റ്റെപ്പ് ഇട്ടതാണെന്നാണ് ആളുകൾ പറയുന്നത്. കാളിയുടെ ജെൻഡർ സ്ത്രീ ആയതുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ കാളിക്ക് ഡിഫീറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷേ എന്നാലും ഡിഫീറ്റ് അക്സെപ്റ്റ് ചെയ്തു കാളി. ഒരു കുറ്റബോധം തോന്നി ആൻഡ് ശിവയുടെ ഡിവോട്ടിയായി മാറി. അപ്പോൾ ശങ്കരൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശിവൻ്റെ ഒരു അനദർ നെയിമാണ്, നമ്മുടെ പ്രോട്ടഗോണിസ്റ്റിൻ്റെ പേര്. അപ്പോൾ ശിവഗാമി എന്ന് പറയുന്നത് എന്താണ്? ഐദർ വൺ ഹു ലവ്സ് ശിവ അല്ലെങ്കിൽ ഹു ഈസ് ലവ്ഡ് ബൈ ശിവ. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ചിദംബരം ടെമ്പിളിലുള്ളൊരു ഫീമെയിൽ ഡൈറ്റിയാണ് ശിവഗാമി അല്ലെങ്കിൽ പാർവതി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ഒരു അൺഈവൻ റിലേഷൻഷിപ്പിനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ശങ്കരനും ശിവഗാമിയുമായിട്ടുള്ളൊരു സ്റ്റോറിയിൽ നിന്ന് കാണിച്ചേക്കുന്നത്. ഓക്കെ, ദെൻ വളരെയധികം ക്രിട്ടിക്കലായിട്ടുള്ള അഭിപ്രായങ്ങൾ നേരിട്ട ഒരു സിനിമയാണ്. അതായത് പോസിറ്റീവായിട്ടുള്ള നല്ല രീതിയിൽ റെസ്പോൺസ് നേരിട്ട ഒരു സിനിമയാണിത്. അരവിന്ദൻ്റെ ബെസ്റ്റ് ഫിലിം എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഹ്യൂമൻ ബീയിങ്സിൻ്റെ
അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സിൻ്റെ മൈൻഡിൽ നടക്കുന്ന കാര്യങ്ങളെ അത്രയ്ക്ക് റിയലിസ്റ്റിക് ആയിട്ട് പോർട്രേ ചെയ്തേക്കുവാണ്. ദെൻ ഒരു കൊമേഴ്ഷ്യൽ സക്സസ് ആയിരുന്നു. കാരണം ബിക്കോസ് എന്തുകൊണ്ടാണ്, ഒരു സസ്റ്റെയിൻഡ് ആയിട്ടുള്ളൊരു സ്റ്റോറി ലൈൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള കാസ്റ്റിംഗ് ആളുകളെ വെച്ചിട്ടായിരുന്നു കാസ്റ്റ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഫിലിം നല്ലപോലെ സക്സസ്ഫുൾ ആയിട്ട് മാറി. ഓക്കെ, ഇതാണ് നമ്മുടെ സ്റ്റോറി എന്ന് പറയുന്നത്. പറഞ്ഞു പോകുമ്പോൾ ഇതിൻ്റെ തീമും കൂടി ഡിസ്കസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ മിസ് ഇപ്പം ലാസ്റ്റ് പറഞ്ഞു തരുന്ന കാര്യമുണ്ടല്ലോ, ശിവൻ്റെയും ഗോഡസ് കാളിയുടെയും തമ്മിലുള്ള ആ ഒരു ഡാൻസ് കോൺടെസ്റ്റ്, അതും പറയുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ CV ശ്രീരാമൻ്റെ ഷോർട്ട് സ്റ്റോറി ബേസ്ഡാണ് ചെയ്തേക്കുന്നതെന്നും പറയുക, അത് മറന്നു പോകരുത്. നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ളതാണ് ഫോർ ദ ബെസ്റ്റ് ഫീച്ചർ ഫിലിമിനും. സ്റ്റേറ്റ് ഫിലിം അവാർഡ്സും കിട്ടിയിട്ടുണ്ട്, ബെസ്റ്റ് ഫിലിമിനും ബെസ്റ്റ് ഡയറക്ടറിനും കേട്ടോ. പിന്നെ അഭിനയിച്ചേക്കുന്നത് ഭരത് ഗോപിയുണ്ട്, ശ്രീനിവാസനുണ്ട്, മുരളിയുണ്ട്, സ്മിത പാട്ടീൽ എന്ന് പറഞ്ഞൊരു ഒരു ആക്ട്രസ്സാണ് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. സ്മിത പാട്ടീൽ എന്ന് പറയുന്നത് ഒരു ഹിന്ദി അല്ലെങ്കിൽ മറാത്തി ഫിലിംസിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരു സ്ത്രീയാണ്, ഒരു ആക്ട്രസ്സാണ് കേട്ടോ. വൺ ഓഫ് ദി ഫൈനസ്റ്റ് അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് ആക്ട്രസസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നാഷണൽ അവാർഡ്സൊക്കെ 2 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്, ഫിലിം ഫെയർ അവാർഡ് കിട്ടിയിട്ടുണ്ട്, പത്മശ്രീയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇവർക്ക്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു.